അപ്പോൾ ഗൈസ്, എന്തൊക്കെ നിങ്ങളെ വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കുറച്ച് മുന്നേ ടൂർ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ കാണാം. പിന്നെ കൈത്തറി കൊണ്ട് തുണി നിർമ്മിക്കുന്ന രീതി അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എനിക്ക്. പാവനൂല് തുണിന്റെ നീളം എത്രയാണോ അത്രയും ഉണ്ടാവും ഈ പാവനൂല്. ആദ്യം ഫിക്സ് ചെയ്യുന്നതാണ് പാവനൂല്. എന്നിട്ട് പിന്നെ ഊടുനൂല് ഇതിലൂടെ കടത്തി വരിക. വേണമെന്നുള്ളൊരു സംഭവം ഉണ്ട് അവിടെ, അതാണ് ഓടം. ഇതുണ്ടോ, നല്ല മൂർച്ചയുള്ളൊരു സംഭവമാണ്. നല്ല ഷാർപ്പായിട്ട് ഇത് നെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. ഇതിങ്ങനെ അഥവാ തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള സാധനം നമ്മുടെ മേലിൽ തറച്ച് കയറും. അത്രയ്ക്ക് ഷാർപ്പാണിത്. കണ്ടോ, അതിൻ്റെ പവറുണ്ടോ, ആ പവറിലൂടെയാണ് ഇത് ഇതിലേക്ക് വിസരിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ബോബിനുണ്ട്. ആ ബോബിന് പറയുന്ന പേരാണ് പേണ്. പേണാണ് പേണിൽ മൂന്ന് ചുറ്റിയിട്ടാണ് ഓടത്തിന് അനുസരിച്ചിട്ട് ആ ഓടാണ് വർക്ക് ചെയ്യുന്നത്. ഉണ്ടോ, നമ്മൾ മെഷീനിൽ ബോബിനെ തേച്ച് ഇടൂലേ, ആ തേച്ചിന്റെ പകരം ഇതിൽ ഓടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ബോബിന് പറയുന്നതാണ് പേണ്. ഓക്കെ, ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൊന്തിടാതെ നിൽക്കുന്ന സംഭവമില്ലേ, ഇതാണ് എന്റെ ഹീൽഡ്. ഹീൽഡ് കേട്ടോ, ഈ ഉയർന്ന് താഴ്ന്ന് നിൽക്കണ ഭാഗം. ഇതുണ്ടോ, ഇത് രണ്ട് സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഹീൽഡ് ആദ്യം പൊന്തിക്കുക, അതായത് ഒന്നിടവിട്ടുള്ള പാവനൂലുകള് ഒരു ഹീൽഡിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതായത് 1, 3, 5 അങ്ങനെ. അത് നെയ്ത്തിന്റെ രീതിയിലനുസരിച്ച് അതിന് വ്യത്യാസം വരും. പിന്നെ ഇതില് ബാക്കി സെറ്റ്, അതായത് 2, 4, 6 അങ്ങനത്തെ, അതായത് ഒന്നിടവിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഇത് ഉയരുമ്പോൾ എന്താണ്, ആദ്യത്തെ സെറ്റ് ഉയരും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെന്താ ചെയ്യുന്നത്, ഇങ്ങനെ കോർത്തിരിക്കല്ലേ, ആദ്യം ഇട്ടു പിന്നെ ഇട്ടു ഇങ്ങനെ പോവല്ലേ, അങ്ങനെ കൊടുക്കുക. അപ്പൊ ഇത് പൊന്തിക്കുമ്പോൾ ആദ്യത്തെ സെറ്റിലേക്ക് ഇത് കയറിക്കും. പിന്നെ അത് താഴ്ത്തുമ്പോൾ അടുത്ത സെറ്റ് പൊന്തും, അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അതാണ് പ്രക്രിയ വരുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പൊന്തി നിൽക്കണുണ്ടോ, ഉണ്ടോ, ഒന്നിടവിട്ട് ഇങ്ങനെ പൊന്തി വരികയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്, അത് ചെയ്തില്ലേ, റിബണോട് ചെയ്തില്ലേ, ആദ്യം ഇങ്ങനെ കോർത്ത് പോയില്ലേ. പിന്നെ അടുത്ത സെറ്റ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തു അല്ലേ. അതിന്റെ പകരമായിട്ട് ഇതിങ്ങനെ ഒന്നിടവിട്ട് താഴ്ന്നു പൊന്തി നിൽക്കുകയാണ്. ഇതാണ് ഹീൽഡ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. ബീറ്റിംഗ് എന്നത് ഇതിങ്ങനെ അടുപ്പിച്ചു കൊടുക്കുന്നില്ലേ, ഈ ഊടുനൂല് ഇങ്ങനെ മാക്സിമം ഇങ്ങോട്ട് അടുപ്പിച്ചു കൊടുക്കുന്ന സംഭവത്തിനാണ് ബീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ബോബിനിൽ ഇതിട്ടത് കണ്ടോ, ഓടത്തില് അഥവാ തെന്നി വന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ മേല് സർച്ച് കയറും. അത് കൊണ്ടുപോകണം. എൻ്റെ പേര് അഞ്ജു ജോസ്. ഞാൻ ഒരു നെഫ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നെഫ്റ്റിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. നെഫ്റ്റ് കണ്ണൂരാണ് ഞാൻ പഠിച്ചത്. 2019 ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഹാൻഡ്ലൂമാണ്, സ്പെസിഫിക്കലി കേരള ഹാൻഡ്ലൂം. ഞാൻ വർക്ക് ചെയ്യുന്നത് 2019 തൊട്ട് ഞാൻ കേരള ഹാൻഡ്ലൂമിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് എൻ്റെ വർക്ക്സ് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത്.
2019 തൊട്ട് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഹാൻഡ്ലൂം. സോ ബേസിക്കലി എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഹാൻഡ്ലൂമിൻ്റെ മെറ്റീരിയൽ ഡെവലപ്മെൻ്റ് ആണ്. യുണീക്ക് കൺസ്ട്രക്ഷൻസും കൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, ഡിഫറെൻറ്റ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോസസ്സുകൾ ഇതുവരെ ഹാൻഡ്ലൂമിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അതുപോലെയുള്ള ഇന്നോവേഷൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ. സോഫാർ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ കൊളാബ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ ഇവർ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരാളല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എല്ലാ മന്തും പുതിയ പുതിയ ഓരോരോ ഇന്നോവേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഫ്യൂ ഡിസൈൻസ് ഈ ഒരു പ്രോജക്റ്റ് ഒരു 3 years ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തൊരു കുറച്ച് സാധനങ്ങളാണിത്. നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് എന്തോരം അറിയുമെന്ന് എനിക്കറിയില്ല. 2019 ഓഗസ്റ്റിലാണ് ഈ ഒരു സ്ഥാപനം ഉണ്ടായത്. ഇതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു എൻറ്റിറ്റി ആണ്, ഗവൺമെൻറ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇതിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫൈനാൻഷ്യൽ സപ്പോർട്ട്സ് ഉണ്ടാവും, പക്ഷേ ഒരിക്കലും ഗവൺമെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല ഇത്. ഒരു സെൽഫ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 5-6 ഇത് ആദ്യം എസ്റ്റാബ്ലിഷ് ആയപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. അന്ന് ഈ സ്ഥലം ഒരു ഗോഡൗൺ ആയിരുന്നു. ഞാനിപ്പം ഇവിടെ പ്രോജക്റ്റ് കോർഡിനേറ്റർ ആയിട്ടായിരുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് ഇവിടെ പോസ്റ്റിംഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഈ ഒരു ക്രാഫ്റ്റർ. സോ വിത്തൗട്ട് യൂസിങ് എനി ഓഫ് ദി ഡിവൈസസ് അവരിത് കൈകൊണ്ട് തന്നെ ഇത് കോർത്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 2 days ഒക്കെ ഇത് നെയ്യാനെടുക്കും, പക്ഷേ അത് അൾട്ടിമേറ്റ് റിസൾട്ട് ഈ ഒരു ഷോൾ ചെയ്യാനായിട്ട് അത്ര സമയം എടുക്കും. ബിക്കോസ് ഇതൊക്കെ മാനുവലി ഓരോന്നും ബേസിക്കലി ഈ ആർട്സ് ലിഫ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വെഫ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ടെക്നിക്ക് എക്സ്ട്രാ വെഫ്റ്റ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ആ ഒരു ടെക്നിക്കിലാണ് ഇത് മുഴുവൻ ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഇതെല്ലാം ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് മൈ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ അതായത് നിങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ക്രൗഡിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പക്ഷേ എക്സ്ട്രാ വെഫ്റ്റിനെ മാറ്റിയിട്ട് കുറച്ച് വാല്യൂ അഡീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എംബ്രോയിഡറി, സർഫസ് എംബലിഷ്മെൻറ്റ്സ്, അങ്ങനെ വാല്യൂ അഡീഷൻസ് ആണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഫൈനർ കോട്ടൺ യാർഡ്സ് 80s 100s കൗണ്ട്സിലാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഡിഫറെൻറ്റ് ഫോൾഡേഴ്സിൽ കിടക്കുക ലാപ്ടോപ്പിൽ. എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കാണിച്ച് തരാമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ലൈക്ക് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് വേർഷനാണ് ഇതൊക്കെ. ഞാൻ ഇതിൽ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇൻട്രിഗേറ്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ് അതിലേറ്റവും ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട്. ദിസ് ആർ ഓൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇതൊക്കെ ഈസി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദ കോൺസെപ്റ്റ് ഈസിയാണ്. പിന്നെ ഇവിടെ കോട്ടൺസ് മാത്രമാണ് ചെയ്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ലിനനാണ്. ഇത് പ്യുവർ ലിനനാണ്. ലിനനിൽ നമ്മൾ വാല്യൂ അഡീഷൻസ് കൊടുത്തിട്ട് ഒരു യങ്ങർ ക്രൗഡിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ബേസിക്കലി ഇപ്പോൾ കുറേ മൾട്ടിപ്പിൾ കൗണ്ട്സ് ഓഫ് കോട്ടൺ, ലിനൻസ്, അതുപോലെ തന്നെ വേറെ ബ്ലെൻഡുകളും ഡിഫറെൻറ്റ് ഓർഗാനിക് ഫൈബർ ബ്ലെൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലൂമിൽ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി 80s and 100s ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഹയർ ദ കൗണ്ട് ഫൈനർ ദ യാങ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് കൗണ്ടിങ് സിസ്റ്റം. സോ ബേസിക്കലി ഏറ്റവും ഫൈനറായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്രയും ആ കൗണ്ട് കൂടും. അപ്പോൾ ഇത് 300s കൗണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ കേൾക്കാൻ പോലും ഇപ്പോൾ ഉണ്ടാവില്ല. 300 ഫൈനൽ കൗണ്ട് നമ്മൾ ചെയ്താൽ ഗ്രോത്തിയാണ്. അപ്പം ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇത് ചെയ്യാനായിട്ട് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ സഹായം ആവശ്യമാണ്. തിക്കല്ല, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് മോർ ഫൈൻ. ഭയങ്കര ഫൈനാണ്. സിൽക്കിൻ്റെതായിട്ടുള്ളൊരു അപ്പിയറൻസ്, ഒരു ഫിനിഷിങ്ങും ഒരു കൺസിസ്റ്ററും അതിന് തോന്നുന്നത്. ബിക്കോസ് അത് അത്ര ഫൈനാണ്. ഇത് നെയ്യാൻ അത്രയും ഡിഫിക്കൽട്ടാണ്. സോ ഇതിനേക്കാളും ഒക്കെ ഒരു
എന്ന് പറയാവുന്നത് കോട്ടണിലാണ് അത്രയും ഫൈനർ ആയിട്ടുള്ള അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും അതിന് വേറൊരു വേരിയേഷനാണ്. ഇതൊക്കെ യൂഷ്വലി മോസ്റ്റ്ലി സൗത്ത് ഇന്ത്യൻ തമിഴ് വെഡിങ്സ്, കർണാടിക് വെഡിങ്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊക്കെയാണ് സോഫാർ. ഇതിലും ഒരുപാട് ലൈക്ക് 3 ഇയേഴ്സിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത എൻ്റെ പ്രോഡക്റ്റ് ഇന്നോവേഷൻസും പ്രോട്ടോടൈപ്സും ഉണ്ട്. പക്ഷേ എനിക്കതെല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി വാട്ട് ഐ ബീൻ ഡൂയിങ് സോ ഫാർ എന്നുള്ള ഒരു ജനറൽ ഐഡിയ ഞാൻ തന്നത് മാത്രം. സോ ജസ്റ്റ് പോസിറ്റീവ് സൈഡ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ അവിടെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പം അതൊന്ന് കണ്ടു നോക്കും.